ലൂപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് വൈൽ ലൂപ്പ് തന്നിട്ട് അതിനെ ഫോർ ലൂപ്പിലേക്കും ഡു വൈലിലേക്കും മാറ്റി എഴുതാൻ, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് തന്നിട്ട് മറ്റ് ലൂപ്പുകളിലേക്ക് മാറ്റി എഴുതാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് 2 മാർക്കിനും 3 മാർക്കിനും 5 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് വൈൽ ലൂപ്പിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇനിഷ്യലൈസേഷൻ, ചെക്കിങ്, അപ്ഡേറ്റ് ലൂപ്പ് വേരിയബിൾ, ബോഡി ഓഫ് ദി ലൂപ്പ്, ഈ 4 ഭാഗങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ n=1 ആണ് ഇനിഷ്യലൈസേഷൻ, n<10 ആണ് ചെക്കിങ്, cout<n വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബോഡി, അതുപോലെ +n ആണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഫോർ ലൂപ്പിലേക്ക് മാറ്റി എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ ലൂപ്പിലേക്ക് മാറ്റി എഴുതാൻ പറയുമ്പോൾ ഫോറിൻ്റെ സിൻടാക്സ് നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ഫോറിൻ്റെ സിൻടാക്സ്? ഫോർ ഇനിഷ്യലൈസേഷൻ സെമിക്കോളൻ ചെക്കിങ്, അതായത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ അപ്ഡേറ്റ് ലൂപ്പ് വേരിയബിൾ, ദെൻ ബ്രാക്കറ്റിനകത്ത് ബോഡി ഓഫ് ദി ലൂപ്പ്. അപ്പം വൈൽ ലൂപ്പിൽ നിന്ന് ആ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫോറിലേക്ക് കൊടുക്കുക. ഫോർ ബ്രാക്കറ്റിനകത്ത് n=1 സെമിക്കോളൻ, ദെൻ ടെക്സ്റ്റ് എക്സ്പ്രഷൻ n<10 സെമിക്കോളൻ, ദെൻ അപ്ഡേറ്റ് +n ആണ്, ബ്രാക്കറ്റിനകത്ത് cout സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഇനി ഇതിനെ ഡു വൈലിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞാൽ എളുപ്പമാണ്. ഡു വൈലിൻ്റെ സിൻടാക്സ് പഠിക്കുക. ഇനിഷ്യലൈസേഷൻ, ഡു, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് ലൂപ്പ് വേരിയബിൾ, ദെൻ വൈലിനകത്താണ് ചെക്കിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിൻടാക്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ എളുപ്പമാണ്.